നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അന്നമനടയിൽ വിദ്യാർത്ഥികൾക്ക് വിൽപ്പന നടത്താൻ സൂക്ഷിച്ചു വച്ചിരുന്ന കഞ്ചാവുമായി രണ്ടുപേരെ മാള പോലീസ് അറസ്റ്റ് ചെയ്തു. യുവതിയെ പീഡിപ്പിച്ച് ദൃശ്യങ്ങൾ പകർത്തി സ്വർണം കവർന്ന കേസിൽ കൊലപാതക കേസ് ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കൊടകര റഷീദും കൂട്ടാളികളും അറസ്റ്റിൽ. ചാവക്കാട് നഗരത്തിലെ ഗതാഗതക്കുരുക്ക് രൂക്ഷമായതോടെ പ്രതിഷേധവുമായി നാട്ടുകാരും വ്യാപാരികളും രംഗത്ത്. ഡോക്ടർ നിജി ജസ്റ്റിൻ തൃശൂർ കോർപ്പറേഷൻ മേയറാകും. കേക്കുംപാട്ടുകര ഡിവിഷനിൽ നിന്നാണ് നിജി ജസ്റ്റിൻ മത്സരിച്ച് വിജയിച്ചത്. വാർത്തകൾ വിശദമായി. ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിയുടെ സ്മരണയിൽ ലോകമെങ്ങും ക്രിസ്തുമസ് ആഘോഷിച്ചു. നക്ഷത്രവിളക്കുകൾ തൂക്കിയും പുൽക്കൂടൊരുക്കിയും ക്രിസ്തുമസിനെ ഏവരും വരവേറ്റു. ദൈവാലയങ്ങളിൽ പാതിരാ കുർബാന നടന്നു. തൃശൂർ ലൂർദ് കത്തീഡ്രലിൽ നടന്ന തിരുപ്പിറവി തിരുകർമ്മങ്ങൾക്ക് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തും, വ്യാകുലമാതാ ബസലിക്കയിൽ നടന്ന തിരുകർമ്മങ്ങൾക്ക് മാർ ടോണി നീലങ്കാവിലും, ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രലിൽ നടന്ന തിരുകർമ്മങ്ങൾക്ക് മാർ പൂളി കണ്ണൂക്കാടനും, കൊടുങ്ങല്ലൂർ സെന്റ് മൈക്കിൾ കത്തീഡ്രലിൽ നടന്ന തിരുകർമ്മങ്ങൾ കോട്ടപ്പുറം രൂപത ബിഷപ്പ് ഡോക്ടർ ആൻഡ്രോസ് പുത്തൻ വീട്ടിലും കാർമ്മികത്വം വഹിച്ചു. 27 നടക്കുന്ന ബോണത്താലെ ഘോഷയാത്രയോടെ തൃശൂരിലെ ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് പരിസമാപ്തിയാകും. യുവതിയെ പീഡിപ്പിച്ച് ദൃശ്യങ്ങൾ പകർത്തി സ്വർണം കവർന്ന കേസിൽ കൊലപാതക കേസ് ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കൊടകര റഷീദും കൂട്ടാളികളും അറസ്റ്റിൽ. കൊടകര വാസുപുരം സ്വദേശി വെട്ടിക്കൽ വീട്ടിൽ റഷീദ്, പെരിന്തൽമണ്ണ മൂർഖനാട് സ്വദേശി അത്ത വീട്ടിൽ ജൂഡ് എന്ന ജലാലുദ്ദീൻ, അതിരപ്പള്ളി വെറ്റിലപ്പാറ സ്വദേശി കളിക്കാട്ടിൽ വീട്ടിൽ ജോബിൻ എന്നിവരെയാണ് ചാലക്കുടി ഡിവൈഎസ്പി വി കെ രാജു, അതിരപ്പള്ളി SHO മനേഷ് പൗലോസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. ഈ മാസം 13-ാം തീയതി യുവതിക്ക് വാടകയ്ക്ക് വീടെടുത്തു നൽകാമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് കൂട്ടിക്കൊണ്ടുപോയി അതിരപ്പള്ളിയിലുള്ള ഗ്രീൻ സൈഡ് റിസോർട്ടിലെത്തിച്ച് ലൈംഗികമായി പീഡിപ്പിക്കുകയും ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തി സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അതിജീവിതയുടെ 1 പവൻ വീതം തൂക്കമുള്ള ഒരു സ്വർണമാലയും സ്വർണവളയും കവർച്ച ചെയ്യുകയും ചെയ്ത സംഭവത്തിലാണ് പ്രതികൾ അറസ്റ്റിലായത്. റഷീദ് 2016-ൽ തൃശൂർ അയ്യന്തോളിലെ ഫ്ളാറ്റിൽ വെച്ച് സ്ത്രീയെ ക്രൂരമായി ആക്രമിച്ച് കൊലപ്പെടുത്തിയ കേസിലടക്കം വിവിധ സ്റ്റേഷനുകളിലായി 16 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. തലൂരിൽ മയക്കുമരുന്ന് ലഹരിയിൽ KSRTC സ്വിഫ്റ്റ് ബസിന്റെ ചില്ല് കല്ലെറിഞ്ഞ് തകർക്കുകയും ജീവനക്കാരെ ആക്രമിക്കുകയും ചെയ്തയാൾ അറസ്റ്റിൽ. മൂവാറ്റുപുഴ സ്വദേശി രാജേഷിനെയാണ് പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. പാലക്കാട് നിന്ന് തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന KSRTC സ്വിഫ്റ്റ് സൂപ്പർഫാസ്റ്റ് ബസിൽ തൃശൂരിൽ നിന്ന് കയറിയ രാജേഷ് ടിക്കറ്റ് എടുക്കാൻ തയ്യാറാകാതെ ബഹളം വെക്കുകയും സ്ത്രീകളടക്കമുള്ളവരെ അസഭ്യം പറയുകയും ചെയ്തു. ഇയാളെ തലൂരിൽ ഇറക്കിവിടാൻ ശ്രമിച്ചതോടെ കണ്ടക്ടർ രാഹുലിനെയും ഡ്രൈവർ സുധീഷ് കുമാറിനെയും പ്രതി ആക്രമിക്കുവാൻ ശ്രമിക്കുകയായിരുന്നു. പിന്നീട് ബസ്സിൽ നിന്ന് ഇറങ്ങിയ ഇയാൾ കല്ലുകൊണ്ട് ബസിന്റെ സൈഡ് ഗ്ലാസ് എറിഞ്ഞു പൊട്ടിക്കുകയായിരുന്നു. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ഇയാളെ യാത്രക്കാരുടെ സഹായത്തോടെ പോലീസ് പിടികൂടി. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ചാവക്കാട് നഗരത്തിലെ ഗതാഗതക്കുരുക്ക് രൂക്ഷമായതോടെ പ്രതിഷേധവുമായി നാട്ടുകാരും വ്യാപാരികളും രംഗത്ത്. പ്രതിഷേധത്തെ തുടർന്ന് 4 ഹോംഗാർഡുകളെ പോലീസ് നഗരത്തിൽ ട്രാഫിക് നിയന്ത്രിക്കുന്നതിനായി നിയോഗിച്ചു. മാസങ്ങളായി ചാവക്കാട് നഗരത്തിൽ ഗതാഗതക്കുരുക്ക് പതിവാണ്. മുല്ലത്തറ ബസ് സ്റ്റാൻഡ്, ചേറ്റുവ ബൈപ്പാസ് എന്നിവിടങ്ങളിലാണ് ഗതാഗതക്കുരുക്ക് രൂക്ഷമാകാറ്. ഉത്സവ സീസണിലെ ഗതാഗതക്കുരുക്ക് രൂക്ഷമായതോടെ വ്യാപാരികളുടെ ഭാഗത്തുനിന്ന് ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. ചേറ്റുവ ബൈപ്പാസിൽ 2 മാസം മുമ്പ് പണി പൂർത്തീകരിച്ച് റോഡിന് കുറുകെ പുതുതായി പണിത കാനയുടെ സ്ലാബ് തകർന്നിരുന്നു. തകർന്ന കാന പുനഃസ്ഥാപിക്കുന്നതിനായി റോഡിന്റെ ഒരു ഭാഗം വീണ്ടും അടച്ചത് മൂലം ചേറ്റുവ ബൈപ്പാസിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാകാൻ കാരണമായി. ഉദ്യോഗസ്ഥരുടെയും കരാറു കമ്പനിയുടെയും അനാസ്ഥയാണ് ഗതാഗതക്കുരുക്കിന് ഇടയാക്കിയതെന്ന് നാട്ടുകാർ പറഞ്ഞു. നിയന്ത്രണം വിട്ട ഓട്ടോയിടിച്ച് തിരുവല്ലാമല പഞ്ചായത്ത് അംഗത്തിന് പരിക്ക്. തിരുവല്ലാമല 15-ാം വാർഡ് അംഗം ബേബി രജിതയ്ക്കാണ് പരിക്കേറ്റത്. വീടിന് മുന്നിലൂടെ പോയിരുന്ന ക്രിസ്തുമസ് കരോൾ കണ്ടു നിൽക്കുന്നതിനിടയിൽ നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റ വാർഡംഗത്തെ ഒറ്റപ്പാലം സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പെരിഞ്ഞനത്തെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനെതിരെ സ്റ്റേഷൻ റൌഡി അറസ്റ്റിൽ. കൈപ്പമംഗലം പന്തൽക്കടവ് ബീച്ച് സ്വദേശി കണക്കാട്ടുശ്ശേരി വീട്ടിൽ ഷാരോണിനെയാണ് കൈപ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. പൊതുസ്ഥലത്ത് മദ്യപിക്കുകയായിരുന്ന പ്രതി പെട്രോളിംഗ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന കൈപ്പമംഗലം പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയായിരുന്നു. അന്നമനടയിൽ വിദ്യാർത്ഥികൾക്ക് വിൽപ്പന നടത്താൻ സൂക്ഷിച്ചു വച്ചിരുന്ന കഞ്ചാവുമായി രണ്ടുപേരെ മാള പോലീസ് അറസ്റ്റ് ചെയ്തു. മാമ്പ്ര സ്വദേശി ചെമ്പാട്ട് വീട്ടിൽ റിയാദ്, അന്നമനട കലൂർ സ്വദേശി തൈപ്പറമ്പിൽ വീട്ടിൽ മുഹമ്മദ് ഫൈസ് എന്നിവരാണ് അറസ്റ്റിലായത്.
ഇവർക്കെതിരെ ബാലനീതി വകുപ്പ് പ്രകാരം കേസെടുത്തു. റിയാദിനെതിരെ വിവിധ സ്റ്റേഷനുകളിലായി വധശ്രമ കേസ് ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളുണ്ടെന്ന് പോലീസ് പറഞ്ഞു. ചാവക്കാട് ബ്ലാങ്ങാട്ട് ബീച്ച് സിദ്ദിഖ് പള്ളിക്ക് സമീപം കാറിടിച്ച് 7ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് പരിക്ക്. ബേബി റോഡ് സ്വദേശി പുഴങ്ങരയിലെത്ത് ബാദുഷ മകൻ സാദിത്തിനാണ് പരിക്കേറ്റത്. പരിക്കേറ്റ സാദിത്തിനെ ചാവക്കാട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കടയിൽ സാധനങ്ങൾ വാങ്ങാനെത്തിയ സാദിത്തിനെ ഇടിച്ചു തെറിപ്പിച്ച് കാർ മതിലിൽ ഇടിച്ചാണ് നിന്നത്. ഇടിയുടെ ആഘാതത്തിൽ മതിൽ തകർന്നു. ഡോക്ടർ നിജി ജസ്റ്റിൻ തൃശൂർ കോർപ്പറേഷൻ മേയറാകും. കേക്കുംപാട്ടുകര ഡിവിഷനിൽ നിന്നാണ് നിജി ജസ്റ്റിൻ മത്സരിച്ച് വിജയിച്ചത്. യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി, സംസ്ഥാന മഹിളാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയുമായി പ്രവർത്തിച്ച നിജി നിലവിൽ DCC വൈസ് പ്രസിഡന്റാണ്. KPCC സെക്രട്ടറിയും സിവിൽ സ്റ്റേഷനിൽ നിന്നും മത്സരിച്ച് ജയിച്ച A. പ്രസാദ് ഡെപ്യൂട്ടി മേയറാകും. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റാണ് പ്രഖ്യാപനം നടത്തിയത്. KPCCയുടെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് മേയറെ തിരഞ്ഞെടുത്തിട്ടുള്ളതെന്നും മറിച്ചുള്ള അഭ്യൂഹങ്ങളും പ്രചരണങ്ങളും തെറ്റാണെന്നും ജോസഫ് ടാജറ്റ് പറഞ്ഞു. ഇവിടെ ഏവരും കാത്തിരിക്കുന്ന തൃശ്ശൂർ കോർപ്പറേഷൻ്റെ മേയർ, ഡെപ്യൂട്ടി മേയർ തിരഞ്ഞെടുപ്പ് നാളെ നടക്കുകയാണ്. അതിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് കോൺഗ്രസ് പാർട്ടിക്ക് പ്രഖ്യാപിക്കാനുള്ളത്. ഇവിടെ ഞങ്ങളുടെ നടപടിക്രമങ്ങൾ ഏറെ നേരം വൈകി എന്നുള്ള വലിയ വിമർശനം മാധ്യമങ്ങളിൽ ശ്രദ്ധിക്കുകയുണ്ടായി. പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങൾ കൊണ്ടാണ് ഇത് നീണ്ടുപോകുന്നത് എന്നുള്ള എടക്കഴിയൂർ പഞ്ചവടി ക്ഷേത്രത്തിനു സമീപം വീട്ടിൽ നിന്ന് അണലിയെ പിടികൂടി. പഞ്ചവടി കറപ്പം വീട്ടിൽ ഉസ്മാന്റെ വീട്ടിൽ നിന്നാണ് അണലിയെ പിടികൂടിയത്. സ്നേക് കേച്ചർ വീരാൻകുട്ടി പള്ളിപ്പറമ്പിലാണ് പാമ്പിനെ പിടികൂടിയത്. അന്തിക്കാട് പുത്തൻപീടികയിൽ മുറ്റിച്ചൂർ റോഡിന് സമീപം ഇരുചക്രവാഹനം അപകടത്തിൽപ്പെട്ട് ഒരാൾ മരിച്ചു, 2 പേർക്ക് പരിക്ക്. ക്രിസ്തുമസ് തലേന്ന് രാത്രി 12:30-ക്കായിരുന്നു സംഭവം. അന്തിക്കാട് സ്വദേശി ചിരയങ്കണ്ടത്ത് 32 വയസ്സുള്ള റിറ്റ്സാണ് മരിച്ചത്. മഞ്ഞപ്പിത്തം സ്വദേശി അറക്ക വീട്ടിൽ 16 വയസ്സുള്ള സഫീർ, അന്തിക്കാട് സ്വദേശി മടയങ്ങാട്ടിൽ 17 വയസ്സുള്ള സ്വാലിഹ് എന്നിവർക്കാണ് പരിക്കേറ്റത്. പെരിങ്ങോട്ടുകര സർവതോഭദ്രം ആംബുലൻസ് പ്രവർത്തകരാണ് പരിക്കേറ്റവരെ ഒളരിയിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും റിറ്റ്സ് മരിച്ചിരുന്നു. ബുള്ളറ്റ് മതിലിൽ ഇടിച്ചാണ് അപകടം നടന്നതെന്നാണ് പ്രാഥമിക നിഗമനം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അന്നമനടയിൽ വിദ്യാർത്ഥികൾക്ക് വിൽപ്പന നടത്താൻ സൂക്ഷിച്ചു വച്ചിരുന്ന കഞ്ചാവുമായി 2 പേരെ മാള പോലീസ് അറസ്റ്റ് ചെയ്തു. യുവതിയെ പീഡിപ്പിച്ച് ദൃശ്യങ്ങൾ പകർത്തി സ്വർണം കവർന്ന കേസിൽ കൊലപാതക കേസ് ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കൊടകര റഷീദും കൂട്ടാളികളും അറസ്റ്റിൽ. ചാവക്കാട് നഗരത്തിലെ ഗതാഗതക്കുരുക്ക് രൂക്ഷമായതോടെ പ്രതിഷേധവുമായി നാട്ടുകാരും വ്യാപാരികളും രംഗത്ത്. ഡോക്ടർ നിജി ജസ്റ്റിൻ തൃശൂർ കോർപ്പറേഷൻ മേയറാകും. കേക്കുംപാട്ടുകര ഡിവിഷനിൽ നിന്നാണ് നിജി ജസ്റ്റിൻ മത്സരിച്ച് വിജയിച്ചത്. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.